പ്രൈസ് ദി ലോർഡ്. വ്യത്യസ്തയിടങ്ങളായിരുന്നു കൊണ്ട് ഈ ഞായറാഴ്ചയിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാർത്തയുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ടും ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യബലവും നൽകി തന്നതുകൊണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചന സന്ദേശം ഈ യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായി സകല മഹത്വവും മാനവും സ്തുതിയും സ്തോത്രവും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ അർപ്പണം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ചില നാളുകളായി ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നതിൽ കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പിശാചിൻ്റെ സാത്താൻ്റെ തന്ത്രങ്ങൾ ദൈവമക്കളായിരിക്കുന്നവർ അറിയാത്തവർ അല്ലല്ലോ. നമുക്കറിയാം, ദൈവത്തിൻ്റെ എതിരാളിയായിരിക്കുന്ന ദുഷ്ടനായ പിശാചിൻ്റെ തന്ത്രങ്ങൾ ഒരു വീണ്ടെടുക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൽപ്പന അനുസരിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ദൈവമക്കൾക്ക് അറിയാത്തവരല്ലല്ലോ എന്ന് ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം, പിശാച് തന്ത്രശാലിയാണ്. തന്ത്രങ്ങളിലൂടെയാണ് അവൻ നമ്മെ എന്ത് ചെയ്യുന്നത്? ചതിക്കുന്നത്, നമ്മെ തകർക്കുന്നത്, നമ്മെ തോൽപ്പിച്ച് കളയുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആത്ബലം കൊണ്ടല്ല, അതിലുപരി പിശാച് തന്ത്രങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു മനുഷ്യനെ വീഴ്ത്തുന്നത്, തകർക്കുന്നത്. അവൻ തന്ത്രശാലിയാണ്. ദൈവമക്കളെ, നാം തോറ്റുപോകണമെന്ന കാരണത്താൽ ശത്രുവായ പിശാച് എന്ത് ചെയ്യും? അവൻ തന്ത്രങ്ങളിലൂടെ നമ്മെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തും. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ത് ചെയ്യണം? പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം ഉള്ളവരായിരിക്കണം. അവൻ നമ്മെ കീഴ്പ്പെടുത്തുന്നത് അവൻ 10 പേരെ കൂട്ടിക്കൊണ്ടല്ല, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല, നമ്മെ കൊന്നുകളയല്ല. പിന്നെയോ അവൻ കൊന്നുകളയും. അത് മറ്റൊരു രീതിയാണ്, മറ്റൊരു ശത്രുവിൻ്റെ പ്രവൃത്തിയാണ്. പക്ഷെ നാം തിരിച്ചറിയേണ്ടത് അതിലുപരി ഈ ഭൂമി നാം ജീവിച്ചിരിക്കുമ്പോൾ പിശാച് നമ്മെ കുരുക്കിനകത്ത് അകപ്പെടുത്തുവാൻ അവൻ്റെ തന്ത്രങ്ങളിലൂടെ, തന്ത്രവലയങ്ങളിൽ നമ്മെ അകപ്പെടുത്തി നമ്മെ ഈ ഭൂമി നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ, പിശാചിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത്. നാം തോറ്റുപോകണം, നാം തരിപ്പണമാകണം, നാം അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴണം, അവനെ വണങ്ങണം, അവനെ നമസ്കരിക്കണം. ഇതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള യുവാക്കന്മാർ, യുവതിയുവാക്കന്മാർ, തലമുറകൾ തന്ത്രങ്ങളിൽ, പിശാചൊരുക്കുന്ന തന്ത്രങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? കൂടുതലും വീണുകൊണ്ടിരിക്കുന്നത്. എന്താണ് പിശാചൊരുക്കുന്ന തന്ത്രം? മറ്റൊന്നുമല്ല പ്രിയരെ, വാക്കുകൊണ്ടാണ് അവൻ കൂടുതൽ എന്ത് ചെയ്യുന്നത്? തന്ത്രങ്ങൾ മെനഞ്ഞ് കെട്ടുകഥകൾ ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം തന്നെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സൺഡേ ഞായറാഴ്ചയിൽ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പിശാചൊരുക്കുന്ന ഒരു തന്ത്രങ്ങളിൽ നാം എന്ത് ചെയ്യരുത്? വീണു പോകരുത്. ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്നത് യുവാക്കളാണെങ്കിൽ, ചെറുപ്പക്കാരാണെങ്കിൽ, സഹോദരിയോട്, സഹോദരന്മാരോട്, കുഞ്ഞുങ്ങളോടെ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. പ്രിയമുള്ളവരെ, പിശാചൊരുക്കുന്ന ഒരു തന്ത്രങ്ങളിലും നാം എന്ത് ചെയ്യരുത്? വീണു പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവൻ നമ്മെ തോൽപ്പിക്കരുത്. എങ്ങനെയാണ് പിശാച് നമ്മെ തോൽപ്പിക്കുന്നത്? അവൻ തന്ത്രങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? തോൽപ്പിക്കുന്നത്. മറ്റൊന്നിലും കൂടിയല്ല. അവൻ തന്ത്രങ്ങൾ മെനഞ്ഞാണ് നാം എന്ത് ചെയ്യുന്നത്? തോറ്റുപോകുവാൻ ശ്രമിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ സേനകളെ തകർത്തു കളയുവാൻ ശത്രു പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് വരുന്നത് എങ്ങനെയാണ്? വാക്കുകൊണ്ട്, പലവിധമായ പ്രവർത്തികൾ കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? പിശാച് നമ്മെ തകർത്തു കളയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പഠിക്കുന്നത്, അവൻ പിശാചിന്റെ തന്ത്രങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. എഫേസ്യ ലേഖനം 6-10 പറയുന്നു, അവന്റെ തന്ത്രങ്ങളോട് അവൻ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് പ്രാർത്ഥനയായിരിക്കുന്ന സർവായുധ വർഗം ധരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കാൻ കഴിയുന്നത് ശത്രു തന്ത്രശാലിയാണ്. ആ തന്ത്രങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? തകർത്ത് കളയാൻ ശ്രമിക്കും. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന ദൈവകൃപയുള്ള ദൈവത്തിൽ മുന്നോട്ട് പോകുന്ന തലമുറകളെ, ദൈവമക്കളെ പിശാച് വീഴ്ത്തുന്ന തന്ത്രങ്ങളിലൂടെയാ. ഏത് തന്ത്രങ്ങളാണ്? 4 വിധ കാര്യങ്ങൾ പിശാച്
ഒരു മനുഷ്യനെ തകർത്തു കളയാൻ ഒരുക്കുന്ന തന്ത്രങ്ങൾ, കെണികൾ, അത് 4 വിധത്തിലാണ്, 4 രീതിയിൽ. ഞാൻ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് 4 ചിന്തകളെ ഞാൻ നിങ്ങൾക്ക് കൈമാറി തരാം. പിശാച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ തള്ളിയിടുവാൻ ശ്രമിക്കുന്ന 4 കെണികൾ, 4 തന്ത്രങ്ങളെ കുറിച്ച് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഈ സൺഡേ ഞായറാഴ്ചയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതിന് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിപ്പാതിരിപ്പാൻ ഞാനിത് പറയുന്നു. കണ്ടോ, ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്, ചതിപ്പാതിരിപ്പാൻ ഞാനിത് പറയുന്നു. അപ്പൊ പിശാച് ഒരുക്കുന്ന ഒരു തന്ത്രം, 4 തന്ത്രങ്ങളിൽ ഒരു തന്ത്രമാണ് വശീകരണ വാക്കുകൊണ്ട് നമ്മെ എന്ത് ചെയ്യുക, തകർത്ത് കളയുക. നമുക്കറിയാം, ഏദൻ പൂങ്കാവനത്തിൽ ആദാമിനെയും ഹവ്വയും ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ ആദാമില്ലാത്ത സമയം നോക്കി അവൻ തക്ക സമയത്ത് ഹവ്വയുടെ അടുക്കെ പിശാച് വന്നു. എന്നിട്ട് വാക്കുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവരെ കീഴ്പ്പെടുത്തി കളഞ്ഞത്. ചെറിയൊരു വാക്കുകൊണ്ടാണ്, ചെറിയൊരു കള്ളം കൊണ്ട് അവരെന്ത് ചെയ്തു, പാപത്തിലേക്ക് പിശാച് തള്ളിയിട്ടു. കണ്ടോ, അവന്റെ തന്ത്രമെന്ന് പറയുന്നത് എന്താ, കള്ളം പറയുക, വശീകരണ വാക്ക്. പ്രിയമുള്ളവരെ, പിശാച് ഒരുക്കുന്ന ഒരു വശീകരണ വാക്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വീണുപോകരുത്. ഇന്ന് യുവതി യുവാക്കന്മാർ പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്നത് വശീകരണ വാക്കുകൊണ്ടാണ്. സ്നേഹം നടിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒരു വല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, വശീകരിച്ചെടുക്കുക. എന്നിട്ട് അവന്റെ കെണിക്കകത്താക്കി കളയുക, എന്നിട്ട് തകർത്ത് തരിപ്പണമാക്കി കളയുക. നമുക്കറിയാം, ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലവിധമായ കാര്യങ്ങളുണ്ട്, ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ വശീകരണ വാക്കുകൊണ്ട് മറ്റെന്തോ ഒന്ന് ആഗ്രഹിച്ചിട്ട് ആ വ്യക്തിയെ തന്നെത്താൻ വശീകരിച്ചെടുത്ത് എന്ത് ചെയ്യുന്നു, പാപത്തിലേക്ക് തള്ളിയിടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കന്മാർ ശ്രദ്ധിക്കണം. പിശാച് ഒരുക്കുന്ന തന്ത്രമാണ്. എന്തിനാ, പ്രാർത്ഥിക്കുന്ന ദൈവകൃപ എനിക്ക് നിങ്ങളെ തകർത്ത് കളയുവാൻ. അതുകൊണ്ട് അവൻ ഒരുക്കുന്ന തന്ത്രങ്ങളിൽ എന്ത് ചെയ്യരുത്, വീഴരുത്. അപ്പോൾ അവൻ ഒരുക്കുന്ന 1-ാമത്തെ തന്ത്രം വശീകരണ വാക്കുകൊണ്ട് ആരും നമ്മ എന്ത് ചെയ്യരുത്, ചതിക്കരുത്. അപ്പോൾ പിശാചിന്റെ ഒരു വശീകരണത്തിലും എന്ത് ചെയ്യരുത്, വേറുപെട്ട സ്നാനപ്പെട്ട ഒരു ദൈവത്തിൽ വീണു പോകരുത്. ഇനി 2-ാമത് അവൻ ഒരുക്കുന്ന തന്ത്രം കൊലോസ്യ ലേഖനത്തിൽ തന്നെയാണ്. 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. കണ്ടോ, ഇവിടെ പൗലോസ് പറയുന്നു, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്, കവർന്നു കളയരുത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരുടേതിലേക്ക് ആക്കിക്കളയരുത്. പിശാചിന്റെ തന്ത്രങ്ങളിലേക്ക് നാം എന്ത് ചെയ്യരുത്, ആക്കിക്കളയരുത്. അപ്പൊ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തത്വജ്ഞാനം, ഇല്ലാത്ത കാര്യങ്ങൾ, ലോകപരമായ കാര്യങ്ങൾ, വെറും വഞ്ചനം കൊണ്ട് ആരും നിങ്ങൾ എന്ത് ചെയ്ത്, കവർന്നു കളയരുത്. വഞ്ചിക്കുന്ന ഒരു വഞ്ചനയുടെ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, സാത്താന്റെ തന്ത്രം നമ്മെ വഞ്ചിക്കുക എന്നുള്ളതാണ്. സാത്താന്റെ തന്ത്രം നമ്മെ കവർന്നു കളയുക എന്നുള്ളതാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പിശാചിന്റെ വിശ്വാസത്തിലേക്ക്, പിശാചിന്റെ ആരാധനയിലേക്ക്, പിശാചിന്റെ കൂട്ടായ്മകളിലേക്ക് എന്ത് ചെയ്യുക, നമ്മെ കവർന്നു കളയുക. സത്യത്തിന് വേണ്ടി നിന്നിട്ട് ദൈവത്തിൽ നിന്ന് പിന്മാറി പിശാചിൽ അടിമയായി പോകുന്ന അനേകരായിരക്കണക്കിന് ആൾക്കാരെ നമുക്കറിയാം. വിശ്വാസത്തിന് വേണ്ടി വന്നിട്ട് വിട്ടിറങ്ങി തിരിച്ച് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയിട്ട് പിന്മാറ്റത്തിൽ പോകുന്ന അനേകം ആയിരങ്ങളെ നമുക്കറിയാം. തത്വജ്ഞാനം ഇല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ശത്രു എന്ത് ചെയ്യും, കവർന്നു കളയും. ഒന്ന്, നമ്മെ ആരും എന്ത് ചെയ്യരുത്, ചതിക്കരുത് വശീകരണ വാക്കുകൊണ്ട്. 2, നമ്മ എന്ത് ചെയ്യരുത്, കവർന്നു കളയരുത്. 3-ാമത്തെ പിശാചിന്റെ തന്ത്രം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: താഴ്മയാലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. ഇവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തുവാകുന്ന തലയെ മുറുകെ പിടിക്കാതെ നാം ദൈവത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ നമ്മുടെ വിരുത്, നമ്മുടെ ലക്ഷ്യം എന്ത് ചെയ്ത് തെറ്റിപ്പോകും. അതാണ് അവിടെ പൗലോസ് പറയുന്നത്. ആരും നിങ്ങളുടെ വിരുത് എന്ത് ചെയ്യരുത്, തെറ്റിച്ച് കളയരുത്. ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. നമ്മുടെ തല ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ദർശനങ്ങളാൽ വീണു പോകുന്നവൻ തൻ്റെ ഓട്ടം നഷ്ടപ്പെട്ടു പോകും. ഓട്ടം സ്ഥിരതയോടെ ഓടി ക്രിസ്തുവാകുന്ന തലയെ മുറുകെ പിടിച്ച് നമ്മുടെ വിരുദ ഒരിക്കലും തെറ്റിപ്പോകരുത്. പ്രിയമുള്ളവരെ, നമുക്കൊരു ഭാവിയുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ടാസ്ക് ഉണ്ട്. പ്രിയമുള്ളവരെ, അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നാം ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ക്രിസ്തുവാകുന്ന തലയെ എന്ത് ചെയ്യണം? നാം മുറുകെ പിടിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ ലക്ഷ്യം, ഓട്ടം എന്ത് ചെയ്യും? ആമേൻ, നഷ്ടപ്പെട്ടു പോകും, തെറ്റിപ്പോകുവാനിടയാകും. പിശാചിന്റെ 4-ാമത്തെ തന്ത്രമാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവിടെ പൗലോസ് പറയുകയാണ്, പിശാച് ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിനെ തകർക്കാൻ ഒരുക്കുന്ന 4-ാമത്തെ കെണി
ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച്, വാവ്, ശബത്ത്, പെരുന്നാൾ എന്നീ കാര്യങ്ങളിൽ ആരും നിങ്ങളെ വിധിക്കരുത്. പ്രിയമുള്ളവരെ, അന്യ ദൈവങ്ങൾക്ക് അർപ്പണം ചെയ്തത് മറ്റ് ശക്തികൾക്ക് കൊടുത്തതായ നേർച്ചകൾ, വഴിപാടുകൾ, ആഹാര പദാർത്ഥങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ എന്ത് ചെയ്യരുത്? കഴിക്കാൻ പാടുള്ളതല്ല. ഒരു കല്യാണത്തിന് പോയോ ഒരു മരണ വീട്ടിൽ പോയോ കഴിക്കുന്നത് പോലെയല്ല. നമുക്കറിയാം, പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് ആഹാര പദാർത്ഥങ്ങളിലൂടെ നമ്മെ തകർത്തുകളാ എന്നുള്ളതാണ്. സത്യദൈവത്തിന് വേണ്ടി കൊടുക്കാത്ത, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മറ്റുള്ള ദൈവത്തെ അറിയാത്ത വ്യക്തിജീവിതങ്ങൾ അന്യ ദൈവങ്ങൾക്ക് വേണ്ടി കൊടുത്തത്, സമർപ്പിച്ചത്, പൂജിച്ചത്, ആരാധിച്ചത്, നേർച്ചകളിലൂടെ കൊണ്ടുവന്നത് ഒരു വേറുപെട്ട ദൈവത്തിൽ എന്ത് ചെയ്യരുത്? മേടിച്ച് കഴിക്കരുത്. ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ നമുക്ക് പാടില്ല. സത്യദൈവത്തെങ്കിൽ പ്രാർത്ഥിക്കാത്തത്, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്? കഴിക്കുവാൻ പാടുള്ളതല്ല. ഹോട്ടലിൽ ചെന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ വിരുന്നിന് പോകുമ്പോൾ കഴിക്കുന്നതോ അതുപോലെ അല്ല കാര്യങ്ങൾ. നമുക്ക് വേണ്ടപ്പെട്ടുള്ളവർ തരുന്ന ആഹാരം കഴിക്കുന്നത് പോലെ അല്ല. അന്യ ദൈവങ്ങൾക്ക് അർപ്പണം ചെയ്തത്, ശാപ അർപ്പിതങ്ങൾ, വിഗ്രഹാർപ്പിതങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടുള്ളതല്ല. അത് ഒരു ദൈവ പൈതന് ചേർന്നതല്ല. ആഹാര പദാർത്ഥങ്ങളിലൂടെ പിശാച് എന്ത് ചെയ്യും? നമ്മെ തകർക്കും, വിധിച്ചു കളയും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് ആരും നമ്മെ വിധിക്കരുത്. പ്രിയമുള്ളവരെ, 4 പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു. 1, വശീകരണ വാക്കുകൊണ്ട് അവൻ നമ്മെ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. 2, ആരും നമ്മെ എന്ത് ചെയ്യരുത്? പിശാചിങ്കിലേക്ക് കവർന്നു കളയരുത്. 3, ക്രിസ്തുവിനെ നാം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം, മുറുകെ പിടിക്കാതിരിക്കരുത്. നമുക്കൊരു ലക്ഷ്യമുണ്ടെന്ന് തിരിച്ചറിയണം. 4, ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് ആരും നമ്മെ വിധിക്കരുത്. അപ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് പിശാചിന്റെ തന്ത്രങ്ങൾ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങൾ ഭയങ്കരമാണ്, നമ്മുടെ ബുദ്ധിക്ക് അധീനമാണ്. ബുദ്ധി ഉപയോഗിച്ചാണ് പിശാച് നമ്മെ തന്ത്രങ്ങളിൽ കുരുക്കുന്നത്. അതുകൊണ്ട് ഈ ഞായറാഴ്ചയിലെ വചനങ്ങൾക്ക് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയാം, പിശാചിന്റെ ഒരു തന്ത്രങ്ങളിൽ വീണു പോകാതെ ദൈവീയ അഭിഷേകം പ്രാപിച്ച് കർത്താവ് ഒരുക്കുന്ന കൃപയിൽ ആശ്രയിച്ച് ജയത്തോടെ നമുക്ക് മുന്നേറാം. ഒരിക്കലും ദൈവം നാം തോറ്റുപോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വചനപ്രകാരം ജീവിക്കുന്ന വിശ്വസ്തയോടും വിശുദ്ധിയോടും കർത്താവിൻ്റെ പാതയനുസരിച്ച് പിശാചിന്റെ തന്ത്രങ്ങളിൽ ആശ്രയിക്കാതെ അവന്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ദൈവത്തിന് തോൽവിയല്ല, പിന്നെയോ ജീവിതത്തിൽ വലിയൊരു ജയമുണ്ടാകും. ആ ജയത്തിലേക്ക് ദൈവം നടത്തട്ടെ. പിശാച് ഒരുക്കുന്ന ഒരു തന്ത്രങ്ങളിൽ വീണുപോകാതെ വിശ്വസ്തയോടെ മുന്നേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ ആഴ്ചയിൽ ഈ വചനത്തിൽ നിന്ന് ദൈവം നമ്മേവരെയും നല്ലമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.